സിലബസ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിയാർക്ക് അഖീദ ക്ലിയർ അല്ലെങ്കിൽ ഇതേ മുസ്ലിയാർക്ക് കുട്ടികളെ ആരാക്കാം? വഹാബിയാക്കാം, നിരീശ്വരവാദിയാക്കാം, ഖുർആൻ ഓതി കൊടുത്ത് നിരീശ്വരവാദിയാക്കാം. ഇവിടെ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇടമറുക്, ജോസഫ് ഇടമറുകും എന്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പറയടോ. വ്യാഖ്യാതാവ് എന്ന പേരിൽ ആരുണ്ട് പറയടോ? ജോസഫ് ഇടമറുകുണ്ട്. എന്താണ് ലക്ഷ്യം? എന്താണ് അയാൾ ലക്ഷ്യം? ജനങ്ങളെ പറകുട്ടി, ജനങ്ങളെ ആരാക്കുക? നിരീശ്വരവാദിയാക്കാനാണ് അയാൾ ഖുർആൻ വ്യാഖ്യാനിച്ചത്. രാത്രി ഒരു ഉസ്താദ് എന്നോട് വന്നിട്ട് കുട്ടികൾക്ക് തഫ്സീർ പെൺകുട്ടികൾക്ക് തഫ്സീർ പഠിപ്പിക്കണം എന്ന് പറയും. മാനസികമായി ഞാൻ അതിനൊക്കെ എതിരാ. എന്തുകൊണ്ട്? ഞാൻ പഠിപ്പിക്കാൻ എതിരാണെന്ന് പറയല്ല, പക്ഷെ അതേസമയത്ത് മാനസികമായി ഞാൻ എതിരാ. എന്തുകൊണ്ട്? ഞാൻ പഠിപ്പിക്കൂല എന്ന് പറയല്ല, ഒന്നും പറയല്ല. പക്ഷേ ഇപ്പോൾ ഖുർആന് പഠിപ്പിക്കുന്നതിനനുസരിച്ച് അതിനോടനുബന്ധിച്ച് തഫ്സീറുകളും പഠിപ്പിക്കുക എന്നത് നല്ലതാണ്. എപ്പോൾ നല്ലതാണ്? കൃത്യമായ അഖീദയും കൃത്യമായ ബോധവുമുള്ള ഒരു ഉസ്താദ് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ വരുന്ന അബദ്ധം തന്നാൽ ഇതൊരു രീതിയായി മാറും. ഈ രീതി യാതൊരു അന്തമില്ലാത്ത ആളുകളും ആവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ ഉമ്മത്ത് വഹാബിയാകാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ നല്ലൊരു ശതമാനം ബിരുദധാരികളായ മുസ്ലിയാക്കന്മാർക്ക് വഹാബി ചിന്തയാണ് നമ്മുടെ കേരളത്തിൽ. വഹാബി ചിന്തയിലാണ് ഇന്ന് മുസ്ലിയാക്കന്മാരിൽ വലിയൊരു ശതമാനം ഉള്ളത്. പ്രത്യക്ഷത്തിൽ അവർ സംഘടനാപരമായി ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഉള്ളിൽ അവരുടെ വിശ്വാസം വഹാബിയത്ത. അവരാണല്ലോ ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുക. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്നു? സ്ഥാപനത്തിൻ്റെ പേര് ജന്നാത്തുൽ ഫിർദൗസ് കോളേജ്. ആരാ ഉസ്താദ്? വഹാബി ചിന്ത മനസ്സിലുള്ള ഉസ്താദാണെങ്കിൽ എടോ ജന്നാത്തുൽ ഫിർദൗസ് കോളേജ് ആറിൻ്റെ എന്താ കാര്യം? കയറിക്ക് മോനെ, കയറിയിരിക്കും. വളരെ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നതൊന്നും ചെയ്യൂല എന്ന് പറയല്ല. മാനസികമായി ഇതിൻ്റെയൊക്കെ ഒരു ഫ്യൂച്ചർ ഞാൻ ഭയപ്പെടുക. നമ്മൾ 2000 നവംബർ 5-നാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. എന്തിനാണ് ഈ ക്ലാസ് തുടങ്ങിയത്? അത് കൊണ്ട് പറയാം. എന്തിനാണ് ക്ലാസ് തുടങ്ങിയത്? ഇങ്ങനെ ഖുർആൻ ക്ലാസ് ഒന്നും പണ്ടില്ലല്ലോ. എന്തിനാ തുടങ്ങിയത്? പറയും, എന്തിനാണ് തുടങ്ങിയത്? പണ്ട് നമ്മളെ പഴയ കാലത്തോ ദീനി ഇതെന്താ ഒരു ഓത്ത് പഠിപ്പിക്കും. പിന്നെ ഓത്ത് പള്ളിയിൽ അത്യാവശ്യം ദീനിയാത്ത് അമലിയാത്ത് കാര്യങ്ങൾ മദ്രസ എന്നത് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത് പഠിപ്പിക്കും. അല്ലേ? അതല്ലേ പറയും, അതല്ലേ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും പഠിപ്പിക്കണം. പിന്നെ വയല് പറയും, വയല് കേൾക്കും, മൂമിനായി ജീവിക്കും. എന്ന് മുതൽ എന്ന് വരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഈ അടുത്ത കാലം വരെ നമ്മളെ പഠന രീതി അതാ. എന്നിട്ട് ഇവിടെ ആരും കാഫറായിട്ട് മരിച്ചിട്ടില്ല. ഒക്കെ മുത്തക്കൈങ്ങളായിട്ടാണ് മരിച്ചു. നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തിയിട്ടില്ലല്ലോ. നമ്മളെ ഖുർആൻ ക്ലാസ് ഒരു പ്രതിരോധമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് വളരെ ചിന്തിക്കണം. നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അടിസ്ഥാന കാരണം പോലും എൻ്റെ വീട്ടിൽ ഒരു എന്താ പറയുക, എൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് വേണ്ടി എൻ്റെ ചെറിയ പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സൽക്കാരത്തിന് വേണ്ടി വന്ന ഒരു സ്ത്രീ, അത് സുന്നി കുടുംബമാണ്. ആ സ്ത്രീ എൻ്റെ കയ്യിൽ ഒരു ഫോൾഡിങ് പേപ്പർ തന്നിട്ട് ഇതിൻ്റെ ആ ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോൾ അവരെന്താണ്, അവർ വഹാബികൾ നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ പോകുന്നവരാണ്. ഞാനത് അന്ന് ഫോട്ടോകോപ്പി സ്റ്റാറ്റ് എടുക്കുന്ന പരിപാടി മുതിർത്തില്ല. അത് 1998-ലാണ്. അപ്പോൾ ഞാൻ 98-ഓ 99-ഓ അങ്ങനെയാണ്, 98-ആയിരിക്കാൻ സാധ്യത. ഞാൻ ഇടക്കര പോയിട്ട് ഈ വേഗം ഇതിൻ്റെ ഫോട്ടോകോപ്പി എടുത്തു. അവരെ സമ്മതപ്രകാരം തന്നെ ഞാൻ ഫോട്ടോകോപ്പി എടുക്കട്ടെ. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഹൈദരലി ഷാബ് തങ്ങൾ പോയി കണ്ടു. തങ്ങളിത് വിഷയം ഗൗരവമാണ്. അന്ന് തങ്ങൾ മലപ്പുറം ജില്ലാ SOSൻ്റെ പ്രസിഡൻ്റാണ്. സംസ്ഥാന SOSൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാബ് തങ്ങളാണ്. ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഇത് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട്? നമ്മുടെ പെണ്ണുങ്ങൾ 2% ഖുർആൻ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ അതിൻ്റെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ ഇതിൽ പല അപകടങ്ങളുമുണ്ട്. അവരെ വിശ്വാസം തെറ്റിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇതെന്ന് ഞാൻ തങ്ങളോട് പോയി പറഞ്ഞു. അപ്പോൾ തങ്ങൾ വേഗം അന്ന് PP മുഹമ്മദ് ഫൈസി എന്ന നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല സുന്നിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, വേഗം പെട്ടെന്ന് അടിയന്തര യോഗം കൂടി. എന്നാൽ നമ്മുടെ ഏരിയകൾ മൊത്തം ഖുർആൻ ക്ലാസ് നടത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് 2000 നവംബർ 5-ന് എൻ്റെ ഖുർആൻ ക്ലാസ് അരീക്കോട് ആരംഭിക്കുന്നത്.
ഔദ്യോഗികമായി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഖുർആൻ ക്ലാസ് ആരംഭിച്ച എന്തിനു വേണ്ടിയാണ്? നമ്മൾ അടിസ്ഥാന ശൈലിയിൽ ഇതില്ലല്ലോ. പറയും കുട്ടികളെ, നമ്മളെ അടിസ്ഥാന ശൈലി എന്താണ്? ഓത്ത് പഠിപ്പിക്കും, ദീനിയാത്ത് അമലിയാത്ത് പഠിപ്പിക്കും, പിന്നെ വയല് കേൾക്കും. ഏത് വയല്? മറ്റേ കാർ എന്താ പറയുക, മൊബൈലിട്ട വയലല്ല. എന്ത് കൊല്ലത്തിൽ ഒരു 2-3 വയലുണ്ടാവും, അവനാൻ്റെ മേലിലുണ്ടാവും. പിന്നെ ഇപ്പോൾ തഴവനെ പോലത്തെ ആലോ ഷംസുല്ലമയോ തഴവയോ അവിടുത്തെ ഒരു 14 മൈൽ അപ്പുറത്ത് വന്നാലും നമ്മൾ പോകും. കാരണം ഒരു വലിയൊരു മാനാണ്, ആ നിലക്ക് പോവും. പിന്നെ നമ്മുടെ നാട്ടിലെ നാടൻ വയലുണ്ടാവും, ഒരു നമ്മുടെ നാട്ടിലെ മൂല്യരോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ഉസ്താദിനൊക്കെ, അത്ര തന്നെ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. അല്ലേ? അങ്ങനെയല്ലേ? പറയും, കുറച്ച് വയസ്സുള്ളവർ പറയടോ, അങ്ങനെ തന്നെയല്ലേ? എനിക്ക് എത്ര വയസ്സായി? 45 ഇഞ്ച് കുട്ടിയല്ല, വയസ്സുണ്ട്. പറയാ അങ്ങനെയാണ് പറയടാ, അങ്ങനെയല്ലേ? പറയടോ, അങ്ങനെ തന്നെയല്ലേ? സാധിക്കാൻ എനിക്ക് എത്ര വയസ്സായി? 39 ഇഞ്ച് കുട്ടിയല്ല, അടുത്ത കൊല്ലം വയസ്സനായി. എത്ര വയസ്സ്? 41 അതന്നെ വയസ്സ്. അവ ചുരുക്കത്തിൽ ഇപ്പം നിങ്ങളൊക്കെ ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാനും കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ അപ്പുറത്തും കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നുമില്ല. എനിക്ക് 59 വയസ്സാണ്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എന്താണ്? മദ്രസയിൽ 5ാം ക്ലാസ്, മദ്രസ 7ഉം ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസ 7ാം ക്ലാസ് ഇല്ല. അതിൻ്റെ മുമ്പ് 5ാം ക്ലാസ്സും ഇല്ല. അപ്പം എൻ്റെ ഉമ്മ പഠിച്ചിരുന്ന കാലത്ത് 5ാം ക്ലാസ്സും ഇല്ല, 2ാം ക്ലാസ്സും ഇല്ല. ഓത്ത് പഠിപ്പിക്കും, പിന്നെ അത്യാവശ്യം ദീനിയാത്ത് അമലിയാത്ത് എന്താണ് ചെയ്യേണ്ട, അഖ്ലാഖ്, വിശ്വാസ കാര്യങ്ങൾ മോല്ലാക്ക പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞു. അങ്ങനത്തെ മോമിനിയങ്ങളാരാ? അപ്പം എൻ്റെ അമ്മാനെ പോലത്തെ ഒരു മോമിനി ഞാൻ കണ്ടിട്ടില്ല. ബലപ്പെട്ട വിശ്വാസം, വഅലാ റബ്ബിഹിം തവക്കലും, ഭയങ്കര വിശ്വാസം. ഒരു മോമിനത്തായ സ്ത്രീയാണ്, ഭയങ്കര മോമിനത്ത. വാപ്പ അങ്ങനെ തന്നെയാണ്. ഇവരൊന്നും മദ്രസ പഠിച്ചിട്ടില്ല. എൻ്റെ വാപ്പ മദ്രസ പഠിച്ചിട്ടില്ല. ഓത്തുള്ളിയാണ്. ഇന്നത്തെ സിലബസില്ല, മുഫത്തിഷില്ല, പരീക്ഷ ഇല്ല. ഈമാനെത്രയാ? പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇത് പ്രതിരോധിക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ. നമ്മൾ ബാക്കിലൊക്കെ ചെയ്ത്. എന്തുകൊണ്ട്? ഉമ്മത്ത് നാശമാകുമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ ഖുർആൻ ക്ലാസ് നടത്തിയോ നമ്മുടെ ഒരു പ്രതിരോധം. അവർ ഖുർആൻ ക്ലാസ് നടത്തിയ അവർക്ക് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ജനങ്ങളെ വഹാബിയാക്കുക. നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തിയപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട്. എന്ത്? വഹാബി ആകുന്നതിൽ നിന്ന് ജനങ്ങളെ പ്രതിരോധിക്കുക. അവർക്ക് നമ്മളത് സദുദ്ദേശമാണ്, അവർക്ക് സദുദ്ദേശേ അല്ല. അതുപോലെ ചിന്തിക്കണം, നല്ല തല കൊടുത്ത് ചിന്തിക്കണം ഈ കാര്യങ്ങൾ. പക്ഷെ ഇവിടെയൊക്കെയുള്ള വിഷയം എന്താ? നീ അങ്ങനെ വരികയാണ് ഖുർആൻ ക്ലാസ് നടത്താം. പക്ഷെ നടത്തുന്ന മൂല്യർ ആരായിരിക്കണം? സുന്നിയായിരിക്കണം. ഖുർആൻ ക്ലാസ് നടത്തിയാൽ പോരാ. പരിഭാഷ പലതും കിട്ടും. ഓരോരുത്തരുടെയും ചിന്തക്കനുസരിച്ചാണ് പരിഭാഷ. ഒക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിന്തക്കനുസരിച്ചാണ്. അതിമനോഹരമായ വ്യാഖ്യാനങ്ങൾ എഴുതിയ ഭാഗങ്ങളുണ്ട്, പക്ഷെ അതേസമയത്ത് പയക്കുന്ന ഭാഗങ്ങളും ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ പറയാം, മൗദൂദ് സാഹിബിൻ്റെ ചില പരിഭാഷകൾ മനോഹരമാണ്, പക്ഷേ സമയത്ത് വിശ്വസിച്ചെടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഒരു പേച്ചു പോയ ആളാണ്. അപ്പം നമുക്കൊരാളെ കയ്യിലേക്ക് മൗദൂദ് സാഹിബിൻ്റെ വ്യാഖ്യാനം കൊടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? നമ്മൾ പറഞ്ഞ മനസ്സിലായേ? ചില ആയത്തുകൾ വ്യാഖ്യാനം ചേർത്ത് അതിമനോഹരവുമായ വളരെ കൃത്യമായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത വ്യാഖ്യാതാവാണ് ആര്? അല്ല മൗദൂദ് സാഹിബ്. എനിക്കതിന് ഒരു വിരോധമല്ല, പക്ഷെ വിശ്വസിച്ചത് നോക്കാൻ കൊടുക്കാൻ പറ്റൂല. എനിക്ക് നോക്കാം, എപ്പോൾ നോക്കാം, ഇതിൻ്റെ അഖീദ ക്ലിയർ ആണെങ്കിൽ. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന നിലയിൽ ഞാൻ തഫ്ഹീം എടുത്ത് നോക്കാറുണ്ട്. മനസ്സിലാണ്ടോ പറഞ്ഞത്? എന്തുകൊണ്ട്? ഒരു പ്രഥമമായി കാര്യങ്ങളെ ഖുർആനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് തഫ്ഹീം കൊടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അവിടെ എന്താ ഈ ആൾ ഏത് ആയത്താണ് തുറന്നതെന്നോ ഏത് വ്യാഖ്യാനം നോക്കിയെന്നോ പറയാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഒരു ഉസ്താദ് കൂടെ വേണം, അത് നോക്കണ്ട അത് നോക്കണം എന്ന് പറയാൻ പറ്റും. അതേസമയത്ത് KVയുടെ വ്യാഖ്യാനം അങ്ങനെയല്ല. മനസ്സിലായില്ല? അപ്പൊ KV ഉസ്താദിന്റെ വ്യാഖ്യാനം, KV മുഹമ്മദ് മുസ്ലിയാരുടെ വ്യാഖ്യാനവും മൗദൂദി സാഹിബിന്റെ വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസം എന്താ?
പറ കുട്ടി, എന്താണ് കെവിയുടെ വ്യാഖ്യാനവും മൗദൂദിയുടെ വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസം എന്താണ്? കെവിയുടെ വ്യാഖ്യാനം, കെവി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അല്ലാഹു ഒരു ദർജയ്ക്ക് കൊടുക്കട്ടെ, വലിയൊരു മഹാനായ നല്ല മനുഷ്യനാണ്. ഈ മഹാന്റെ വ്യാഖ്യാനം നമുക്ക് വിശ്വസിച്ചൊരാൾക്ക് കൊടുക്കുക. എന്തുകൊണ്ട് കൊടുക്കുക? അതിൻ്റെ പേരിൽ അയാൾ പേക്കൂല. എന്തുകൊണ്ട്? ഇവിടെ തോട്ട് ആരിൽ നിന്ന് വന്നു എന്നതാണ് വിഷയം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. തഫ്ഹീമുൽ ഖുർആൻ എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ ചില ആയത്തുകൾക്ക് മനോരമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണ്? അത് ഇനി നിപുണനായ കാര്യം അറിയുന്ന ഒരാൾക്കല്ലാതെ അത് വിച്ഛേദിച്ചു കൊടുക്കാൻ പറ്റൂല. അതേ സമയത്ത് കെവിയെ കൊണ്ട് ഒരാൾ പേക്കൂല. മനസ്സിലായില്ല? കെവിയെ കൊണ്ട് ഒരാൾ, കെവി മുഹമ്മദ് മുസ്ലിയാരെ വ്യാഖ്യാനം വായിച്ചിട്ട് ഒരാൾ എന്താവൂല? എന്താവൂല? പേക്കൂല. അപ്പൊ ഖുർആൻ വ്യാഖ്യാനം എന്നതല്ല വിഷയം, വ്യാഖ്യാതാവാണ്. സിലബസ് അല്ല പ്രശ്നം. ഇപ്പൊ നമ്മൾ ദാറുൽ ഖുർആനിലെ സിലബസ് മനസ്സിലാണോ പറഞ്ഞത്? ദാറുൽ ഖുർആനായിട്ട് കാര്യമല്ല. സിലബസ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിയാർക്ക് അഖീദ ക്ലിയർ അല്ലെങ്കിൽ ഇതേ മുസ്ലിയാർക്ക് കുട്ടികളെ ആരാക്കാം? വഹാബിയാക്കാം, നിരീശ്വരവാദിയാക്കാം. ഖുർആൻ ഓതി കൊടുത്ത് നിരീശ്വരവാദിയാക്കാം. ഇവിടെ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടില്ല ഇടമറുക്. ജോസഫ് ഇടമറുകും എന്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്? പറയടോ. വ്യാഖ്യാതാവ് എന്ന പേരിൽ ആരുണ്ട്? പറയടോ. ജോസഫ് ഇടമറുകുണ്ട്. എന്താണ് ലക്ഷ്യം? എന്താണ് അയാളുടെ ലക്ഷ്യം? ജനങ്ങളെ കുട്ടി, ജനങ്ങളെ ആരാക്കുക? നിരീശ്വരവാദിയാക്കാനാണ് അയാൾ ഖുർആൻ വ്യാഖ്യാനിച്ചത്. അതേ സമയത്ത് അതിനേക്കാൾ നല്ലൊരു രാഘവൻ നായർ വ്യാഖ്യാനാണ്. മനസ്സിലായില്ല? രാഘവൻ നായർ വ്യാഖ്യാനമാണ് ആരുടെ വ്യാഖ്യാനത്തെക്കാൾ നല്ലത്? ചിലപ്പോൾ മൗദൂദിയുടെ വ്യാഖ്യാനത്തെക്കാൾ നല്ലത് ഇതായിരിക്കും. മൗദൂദിയുടെ വ്യാഖ്യാനത്തെക്കാൾ നല്ലത് ആരുടെ, എന്താ പറയാ, അമൃതവാണിയാ? രാഘവൻ നായരുടെ അമൃതവാണിയായിരിക്കാം. കാം എന്ന് പറയാൻ അതിനും കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് എഡിറ്റ് ചെയ്തത് ഒരു വഹാബിയാണെങ്കിലോ അവിടെയും അയാൾക്ക് വെക്കാം. രാഘവൻ നായർക്ക് ജനങ്ങളെ പേപ്പിക്കണം ലക്ഷ്യമല്ല, എഡിറ്റർക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതേസമയത്ത് മൗദൂദിക്ക് ജനങ്ങളെ പേപ്പിക്കണം ലക്ഷ്യമുണ്ട്. എന്താ കാരണം? അയാൾ പേച്ചതുകൊണ്ട്. നിങ്ങൾക്ക് പറയുന്നത് വളരെ ചിന്തിക്കണം. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഘമല്ല. എന്തുകൊണ്ട്? അവർ പിഴച്ചു പോയവരാണ്. അത് മുസ്ലിം ഉമ്മത്തിൽ ടെററിസം വളരാൻ കാരണമായ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഞാൻ അമൃതവാണി നല്ലതാന്ന് പറയല്ല, എഡിറ്റ് ചെയ്ത് ആരാന്ന് എനിക്കറിയില്ല. ഏതായാലും രാഘവൻ നായർക്ക് എന്ത് ലക്ഷ്യമല്ല? ഖുർആനെ കൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കണം എന്ന ലക്ഷ്യം ആർക്കില്ല. അതിന്റെ അമൃതവാണി എഴുതിയ രാഘവൻ നായർക്കില്ല. അതേസമയത്ത് മൗദൂദിക്കുണ്ട്. നിങ്ങൾ വളരെ ചിന്തിക്കണം ഈ പറയണത്. അപ്പൊ എപ്പോഴും ഒരു കാര്യത്തെ അവലംബിക്കുമ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ തോട്ട് വന്നത് അതന്നെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്കൊരു കാര്യം ഉദാഹരണം പറയാം. ഖുർആൻ വ്യാഖ്യാനിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. ഇപ്പം ഞാൻ 2000 നവംബർ 5 തുടങ്ങിയിട്ട് ഈ കാലം വരെ ഒരു തവണ ഖുർആൻ അർത്ഥം വെച്ച് തീർത്തിട്ടില്ല. അതിൻ്റെ ലക്ഷ്യമല്ല. ഖുർആൻ അർത്ഥം വെച്ച് തീർക്കൽ എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യം എന്താ? ജനങ്ങൾക്ക് മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ 10 കൊല്ലാണ് അൽബക്കറ, 11 കൊല്ലാണ് അൽബക്കറ സൂറത്ത് മുക്കത്ത് വ്യാഖ്യാനിച്ച് 11 കൊല്ലം. മുക്കത്ത് വ്യാഖ്യാനിച്ച് 11 കൊല്ലം. സൂറത്ത് യൂസുഫ് കൊടുവള്ളി വ്യാഖ്യാനിച്ചത് 7 കൊല്ലം. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ട്? നമ്മുടെ ലക്ഷ്യം എന്തല്ല? ഖുർആൻ അർത്ഥം വെച്ച് തീർക്കാനല്ല. നമ്മൾ ലക്ഷ്യം എന്താണ്? നമ്മൾ മനുഷ്യനാകലാണ്. ഇതൊക്കെ അർത്ഥം വെച്ച് അർത്ഥം കിട്ടി. ചേകനൂരിൽ നിന്ന് അർത്ഥമൊക്കെ കിട്ടുമല്ലോ. എന്നിട്ട് എന്തായത്? മനസ്സിലായില്ല. ഈ പറയുന്നതിൻ്റെ എല്ലാ ബാഹ്യാർത്ഥവും അറിയുന്ന ആൾ തന്നെയാണ് ആര്? ചേകനൂർ. എന്നിട്ട് എന്തായത്? പെച്ചുപോയി.
അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഖുർആന്റെ അർത്ഥം വെച്ച് തീർക്കല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളൊരു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കല. അത് അർത്ഥം കിട്ടൽ അവിടെ വാജിബും അല്ല. എൻ്റെ അമ്മക്ക് ഒരു ലഫ്ളിൻ്റെ അർത്ഥം അറിയില്ല, പക്ഷെ മുഅ്മിനായി മരിച്ചു. എൻ്റെ അളവിൽ എൻ്റെ വാപ്പ മനസ്സിലാവേണ്ട പറഞ്ഞത്, ഈ കാണുന്നതൊന്നും എൻ്റെ വാപ്പാക്ക് അറിയില്ല, പക്ഷെ മുഅ്മിനായി മരിച്ചു. എൻ്റെ വല്യപ്പ, ഇവർക്കൊന്നും അറിയില്ല, പക്ഷെ അവരൊക്കെ മുഅ്മിനായി മരിച്ചു. അവരൊക്കെ ഖുർആനെ ഉൾക്കൊണ്ടു. ഞാൻ ആ മൂല്യരോട് ഇന്നലെ ആഖ്യാനത്തിൽ പറഞ്ഞത് ഖുർആൻ അർത്ഥം വെക്കാന്ന് പോലും അല്ല ഹബീബായ നബി പറഞ്ഞത്. ഫഖാമ ബിഹി, ഖുർആൻ കൊണ്ട് അവൻ നിലകൊണ്ടു എന്നാണ്. ഖുർആൻ കൊണ്ട് നിലകൊള്ളുക, അതായത് ഖുർആന്റെ അടിസ്ഥാന റൂഹ് അവനിലുണ്ടാവുക, വ്യാഖ്യാനിക്കലല്ല. ഖുർആന്റെ വ്യാഖ്യാനം അറിയുന്ന ഒരാള് ഒരു സംസ്ഥാനത്ത് ഒരാളുണ്ടായാലും മതി, അപ്പോഴും ഫർദ് കിഫായ വേണ്ടി. പക്ഷേ ഖുർആൻ കൊണ്ട് ഖായിമാകൽ എല്ലാവരും ബാധ്യത, ഖുർആന്റെ അർത്ഥം അറിയൽ എല്ലാവരുടെയും ബാധ്യത അല്ല. ഖുർആൻ കൊണ്ട് നിലകൊള്ളൽ എല്ലാവരും ബാധ്യത. വളരെ ചിന്തിക്കണം. ഞാൻ ഈ നെഗറ്റീവാണ് ഈ പറയുന്നത്. ഒക്കെ എനിക്കും അറിയാം ഞാൻ നെഗറ്റീവ് പറയുന്നത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നാളെ തന്നെ ട്രോളാം. എന്ത് ഇപ്പം പെണ്ണുങ്ങൾ ഖുർആൻ പഠിക്കലിനെതിരാണ് ഇയാൾ ഈ പറയുന്നത് എല്ലാം പറയാം. പക്ഷെ എൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് സമൂഹത്തിൽ പണ്ഡിതന്മാർ വരെ ദുഷിക്കാൻ തുടങ്ങിയാൽ ഇതിനൊക്കെ പുറകോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഫൈസി, ദാരിമി, കാസിമി, ഹൂസിമി എന്നൊക്കെ പറയാൻ എല്ലാവരും ഉണ്ടെങ്കിലും അഖീദ വലിയൊരു ശതമാനത്തിന് ക്ലിയറല്ല. അതിന് കാരണം എന്താ? വഹാബിയത്തിൻ്റെ ദുഹാൻ നമ്മളിൽ വീശിയടിച്ചു. ഇതാണ് ദുഹാൻ. എന്താ ദുഹാൻ? ദുഹാൻ എന്നാൽ നേരെന്താ, പിന്നെ ഇതുകൊണ്ട് ജീവിക്കുക. ഇപ്പം നല്ല ശതമാനം സ്ഥാപനം കൊണ്ട് ജീവിക്കുന്നവരാ. എന്തിനാ സ്ഥാപനം? ഒരു സംഘം ആളുകൾക്ക് ജീവിക്കണം, ഒരു മൂല്യർക്ക് ജീവിക്കാൻ ഒരു സ്ഥാപനം, പിന്നെ വേറൊരു മൂല്യം, നാല് മൂല്യർ കൂടിയ ഒരു സ്ഥാപനം, പിന്നെ അവർക്ക് ജീവിക്കാം. കുട്ടികളെന്തായാലും കുട്ടികൾ സുന്നിയാലും ഒരിക്കൽ ജീവിക്കാം, കുട്ടികൾ മുജാഹിദാലും ഒരിക്കൽ ജീവിക്കാം, കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ ജീവിക്കാം. ഞാൻ ഒരു ദിവസം 2 വട്ടമെങ്കിലും ദാറുൽ ഖുർആനിൽ നിന്ന് രാജിവെച്ച് പോയാലോ എന്ന് ആലോചിക്കാത്ത ഒരു ദിവസവും വല്ലാഹിൽ അലീം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകണില്ല. എന്താ കാരണം? ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യമാവണില്ല. പറയാം, അന്നലെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ദാറുൽ ഖുർആനിൽ നിന്ന് രാജിവെച്ച് പോയാലോ എന്ന് ആലോചിക്കാത്ത ഒരു ദിവസം എന്നിൽ കടന്നു പോണില്ല. ഹക്ക് വല്ലാഹിൽ അലീം, അല്ലാഹു സത്യം ചെയ്യൂല്ലോ. എന്താ കാരണം? ഞാൻ ഉദ്ദേശിച്ചാണില്ല, ആക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഒരു മരം കാവല്ല, ഒരു മരത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരം കൂടിയാണ്. ജനങ്ങൾ നന്നായിട്ടില്ലെങ്കിലും ജനങ്ങൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്താ ഇതിനർത്ഥം? എല്ലാവരും നല്ലവരാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയനസ്സിറാനിഹി വയമജ്ജിസാനിഹി. എന്താണ് അർത്ഥം? എല്ലാവരും ഇജ്ജ് നന്നാക്കാൻ തന്നാൽ മതി. ഇജ്ജ് നന്നാക്കാതെ തന്നാൽ തന്നെ ജനങ്ങൾ നന്നായിക്കോളും. ഇജ്ജ് നന്നാക്കുമ്പോഴാണ് ജനങ്ങൾ കേടുവരിക. മൊല്ലാക്ക നൂണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കുട്ടികൾ നൂണെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് നൂനെന്ന് പറഞ്ഞോളൂ. കുട്ടികൾ സ്വാഭാവികമായി കുട്ടികൾ നൂനെന്ന് പറയും. മൊല്ലാക്കാക്ക് നൂനെന്ന് പറയാൻ കഴിയൂല, മൊല്ലാക്കാക്ക് നൂണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ കുട്ടികൾ നൂണെന്ന് പറയും. മൊല്ലാക്ക പിന്നെ എന്താ പറയും? ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറയണം. എനിക്ക് നൂണെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം മൊല്ലാക്കാൻ്റെ പ്രശ്നമാണ്. എന്ത് കുട്ടികൾക്ക് നൂനെന്ന് കുട്ടികൾ പറഞ്ഞ് വളരും. പക്ഷെ മൊല്ലാക്കുള്ള കാലത്തോളം കുട്ടികൾ എന്ത് പറയില്ല? നൂനെന്നറിയില്ല. കുല്ലു മൗലൂദിൻ, ഇതാണടാ അതിൻ്റെ അർത്ഥം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാവരെയും ആ പ്രാരംഭ ശുദ്ധ ദശയിലാണ് അള്ളാഹു പഠിച്ചത്. ഒക്കല്ലൊരാണ്. മൂല്യർ നാശാക്കാൻ തന്നാൽ മതി, ടീച്ചർ നാശാക്കാൻ തന്നാൽ മതി. ഫഅബവാഹു യുഹവ്വിദാനിഹി വയനസ്സിറാനിഹി വയമജ്ജിസാനിഹി. സാഹചര്യമാണ് നാശാക്കുക. അങ്ങനത്തെ സാഹചര്യം ഇല്ലെങ്കിലോ നല്ലവരാണ്.
നല്ലവരായി വരും.